സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ അധിക്ഷേപിച്ച് CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്. മഴ നനയാതിരിക്കാൻ കുടയും റെയിൻകോട്ടും സമ്മാനിച്ച സുരേഷ് ഗോപിയെ പരാമർശിച്ചായിരുന്നു അധിക്ഷേപം. സമരപന്തലിലെത്തിയ സമരനായകൻ കുട കൊടുക്കുകയാണ്. ഇനി ഉമ്മ കൂടി കൊടുത്തോ എന്ന കാര്യം അറിയില്ലെന്നാണ് KN ഗോപിനാഥ് പറഞ്ഞത്. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ ഒന്ന് രണ്ടു പേർ പരാതിപ്പെട്ടതോടെ ഉമ്മ കൊടുക്കൽ നിർത്തിയെന്ന് തോന്നുന്നു. ഇപ്പോൾ കുട കൊടുത്തെന്ന് കേട്ടു. കുട കൊടുക്കുന്നതിന് പകരം ഓണറേറിയത്തിന്റെ കാര്യം പാർലമെന്റിൽ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കൊടുക്കണ്ടേ? ആ ഓഫറുമായിട്ട് വേണ്ടേ സമരപന്തലിൽ വരാൻ എന്നാണ് പരിഹാസ ചുവയോടെ നേതാവ് പരാമർശിച്ചത്. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്ന ആശാ വർക്കർമാരെയാണ് CITU നേതാവ് അപമാനിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ CITU സംഘടിപ്പിച്ച ആശാ വർക്കർമാരുടെ BSNL ഓഫീസ് മാർച്ചിലായിരുന്നു ഈ പരാമർശം. അതേസമയം CITU നേതാവിന്റെ അധിക്ഷേപ പരാമർശത്തെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നു. ഈ ഭാഷ ഇടതുപക്ഷ സംസ്കാരമല്ലെന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു. സമരം ചെയ്യുന്നവരെ വിമർശിക്കുന്നതിൽ ഭാഷ പ്രധാനമാണ്. പരിഹാസ്യമായ ഭാഷയിൽ വിമർശനം പാടില്ല. അത് ഇടതുപക്ഷ സംസ്കാരമല്ല എന്നായിരുന്നു നേതാവിന്റെ വാദം. കഴിഞ്ഞ ദിവസമാണ് സമരപന്തലിലെത്തിയ സുരേഷ് ഗോപി ആശാ വർക്കർമാർക്ക് മഴ നനയാതിരിക്കാൻ കുടയും റെയിൻകോട്ടും നൽകിയത്. മഴ നനയാതിരിക്കാൻ ആശാ വർക്കർമാർ കെട്ടിയ ടാർപോളിൻ പോലീസ് അഴിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ നടപടി. ടാർപോളിൻ കെട്ടി അതിന്റെ താഴെ പായ വിരിച്ചായിരുന്നു സമരരംഗത്തുള്ള ആശാ വർക്കർമാർ ഉറങ്ങിയിരുന്നത്. ഇവരെ വിളിച്ചുണർത്തിയാണ് ടാർപോളിൻ അഴിച്ചു മാറ്റിയത്. നടപടിക്കെതിരെ ആശാ വർക്കർമാർ പ്രതിഷേധിച്ചുവെങ്കിലും പോലീസ് വിട്ടുവീഴ്ച ചെയ്തില്ല. കുടിശ്ശിക ഉടനടി നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക, അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാരുടെ സമരം. ഫെബ്രുവരി 10-നാണ് സമരം ആരംഭിച്ചത്. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്ന് അറിയിച്ചിരുന്നു. സമരസമിതിക്ക് പറയാനുള്ളത് കേൾക്കാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കും. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ആശാപ്രവർത്തകരെ പിരിച്ചുവിട്ടാൽ കേന്ദ്ര വിഹിതത്തിൽ പുനർവിചിന്തനം വേണ്ടിവരും. ഇക്കാര്യം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. വിഷയം പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്തുണയർപ്പിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധിയും രംഗത്ത് വന്നിരുന്നു. വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് കഴിഞ്ഞ 20 ദിവസമായി സെക്രട്ടേറിയറ്റിനു പുറത്ത് സമരം ചെയ്യുകയാണ് ആശാ വർക്കർമാർ. ആശമാരുടെ സമരം ന്യായമാണെന്നും അതിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. എക്സിലായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. കേരളത്തിലെ ആശാ വർക്കർമാർ വേതനത്തിൽ 7000 രൂപയുടെ വർധനവാണ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് ആശാ വർക്കർമാർ എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ നിസ്വാർത്ഥമായി സമൂഹത്തെ സേവിക്കുന്നു എന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടിയിരുന്നു.